ഈ സമയം ഹരിയോടും കൂട്ടുകാരോടും യാത്ര പറഞ്ഞുകൊണ്ട് ആശുപത്രിയുടെ അകത്തേക്ക് നടന്ന അപർണയും അശ്വതിയും ദേവൂട്ടി കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കേട്ടത് തങ്ങളുടെ അപ്പാവും അമ്മാവും കൂടി ഹരിയേട്ടനെയും കൂട്ടുകാരെയും കുറിച്ച് കാര്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. തുടർന്ന് അകത്തേക്ക് കയറി ചെന്ന അപർണ അവരോട് രണ്ടാളോടുമായി, അതേ അപ്പ, ഹരിയേട്ടനും മറ്റു 3 ചേട്ടന്മാരും ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ സമയം അപർണയുടെ ആ ചോദ്യം കേട്ട അയ്യർ അതെ വന്നിരുന്നു എന്ന് മറുപടിയും പറഞ്ഞു. തുടർന്ന് വീണ്ടും പറഞ്ഞു തുടങ്ങി, ഹരിയെയും അവനൊപ്പം വന്ന ആ കുട്ടികളെയും കുറിച്ചാണ് ഞാനും നിന്റെ അമ്മാവും കൂടി ഇപ്പോൾ സംസാരിച്ചത്. ഈ സമയം അത് കേട്ടു നിന്ന അശ്വതി, നമ്മുടെ ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ഏട്ടനെ കണ്ടോ അപ്പ? കാണാൻ എന്താ ഒരു ഭംഗി അല്ലേ? അതെ, അയ്യർ സമ്മതിച്ചു. പാവം നമ്മുടെ ദേവേച്ചി. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ആ ചേട്ടനെ ദുഷ്ടനായ വിശാലും കൂട്ടരും കൂടി കൊന്നുകളയുമായിരുന്നില്ലേ? ഹോ, അതേക്കുറിച്ച് എനിക്ക് ഓർക്കാനേ വയ്യ, അശ്വതി പറഞ്ഞു നിർത്തി. ഈ സമയം അപർണ തൻ്റെ നിഷ്കളങ്കവും സത്യസന്ധവുമായ ശബ്ദത്തിൽ ജയകൃഷ്ണനെക്കുറിച്ച് തൻ്റേതായ ഒരു വിലയിരുത്തൽ നടത്തി. സാധാരണ നിലയിൽ ആരും ചെയ്യാറുള്ളതുപോലെയുള്ള ഒരു വിലയിരുത്തൽ. അതിങ്ങനെ തുടങ്ങുന്നു. ജയകൃഷ്ണനെ കണ്ടിട്ട് ഏതോ നല്ല പണമുള്ള വീട്ടിലെ ആളെപ്പോലെ തോന്നുന്നുവെന്ന്. എന്നാൽ ഇവിടെ അപർണയുടെ ജയകൃഷ്ണനെക്കുറിച്ചുള്ള ആ വിലയിരുത്തൽ കേട്ടിരുന്ന അയ്യർ അപർണയോട് അവൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടർന്നു. അങ്ങനെ തോന്നുന്നതല്ല, ആ തോന്നൽ ശരിക്കും സത്യം തന്നെയാണ്. ഒപ്പമുള്ള മറ്റു 2 കുട്ടികളേക്കാൾ അല്പം കൂടി ഭേദപ്പെട്ട വീട്ടിലെ ആളുതന്നെയാണ് ആ ജയനെന്ന് പറയുന്ന കുട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ നാടറിയപ്പെടുന്ന ഒരു വക്കീലാണത്രേ. കാലങ്ങളായി കുടുംബം വലിയ ധനികരും ഭൂസ്വത്തുക്കളും ഉള്ളവരാണെന്നാണ് ഹരി പറഞ്ഞത്. അതുമാത്രമല്ല, ആ കുട്ടിയാകട്ടെ ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. പിന്നെ കൂടെയുള്ള മറ്റു 2 കുട്ടികളും സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്നവർ തന്നെയാണ്. അവർ രണ്ടാളും ഗൾഫിലാണത്രേ ജോലി ചെയ്യണത്. എന്താണേലും ഹരിയുടെ കൂട്ടുകാർ 3 ആളും സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്നവരാണ്. അയ്യർ ഹരിയെയും കൂട്ടുകാരെയും പറ്റി തൻ്റെ മക്കളോട് പറയുന്നു. ഈ സമയം തൻ്റെ അപ്പ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അശ്വതി വീണ്ടും തുടർന്നു. ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ചേട്ടനെ കണ്ടാൽ ഇത്രയും വലിയ പണത്തിൻ്റെതായ യാതൊരുവിധ ജാടയോ അഹന്തയോ ഒന്നും തന്നെയില്ല അല്ലേ? പാവം, എന്തു ശാന്തമായാണ് ആ ചേട്ടൻ സംസാരിക്കുന്നത്. ആ പെരുമാറ്റം പോലും അങ്ങനെ തന്നെ. അതെ, അവർ 3 ആളും അങ്ങനെ തന്നെ. നമ്മുടെ ഹരിയെപ്പോലെ വളരെ നല്ല സ്വഭാവമുള്ള കുട്ടികൾ. അയ്യരും ഭാര്യയും ആ 2 മക്കളും കൂടി ഹരിയെയും കൂട്ടുകാരെയും കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരാൾ ഇതൊന്നും തന്നെ അറിയാതെ അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. തുടർന്ന് സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് അയ്യരും സുബ്ബലക്ഷ്മി അമ്മാളും കൂടി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. തങ്ങളുടെ അപ്പാവും അമ്മാവും അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും അപർണയും അശ്വതിയും കൂടി വീണ്ടും ഹരിയെയും കൂട്ടുകാരെയും കുറിച്ച് അവരുടെ 2 ആളുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ദേവൂട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഉറക്കമുണർന്ന അവൾ തൻ്റെ അനുജത്തിമാരോട് ആദ്യം ചോദിച്ചത് അപ്പാവും അമ്മാവും എവിടെ പോയി എന്നായിരുന്നു. അവർ വീട്ടിലേക്ക് പോയെന്നും ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിരിക്കുന്നുവെന്നും അശ്വതി പറഞ്ഞു. അതേ തുടർന്ന് മുഖം കഴുകി വൃത്തിയായി വന്ന ദേവൂട്ടിക്ക് കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു അശ്വതി. അനുജത്തിമാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എന്തോ ഒന്ന് കഴിച്ചെന്ന് വരുത്തിയ ശേഷം ദേവൂട്ടി വീണ്ടും കട്ടിലിലേക്ക് വന്നു കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ദേവൂട്ടി അനുജത്തിമാരെ 2 ആളെയും ശ്രദ്ധിച്ചു. അപ്പോൾ കണ്ടത് തൻ്റെ അനുജത്തിമാർ 2 ആളും കൂടി വളരെ കാര്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. അത് കണ്ട ദേവൂട്ടി തൻ്റെ ആംഗ്യ ഭാഷയിൽ എന്താണിത്ര വലിയ കാര്യമായി 2 ആളും കൂടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് മനസ്സിലാക്കിയ അശ്വതിയും അപർണയും തുടർന്നു. ദേവേച്ചി ഉറങ്ങിക്കിടന്നപ്പോൾ ഹരിയേട്ടനും കൂട്ടുകാരും ഇവിടെ വന്നിരുന്നു. അവർ വന്നപ്പോൾ നമ്മുടെ അപ്പാവും അമ്മാവും ഉണ്ടായിരുന്നു ഇവിടെ. അവരെ അപ്പാവും അമ്മാവും പരിചയപ്പെട്ടു. കൂടാതെ അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു. അതിനുശേഷമാണ് ഹരിയേട്ടനും കൂട്ടുകാരും ഇവിടെ നിന്നും പോയത്. അവർ പോയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പാവും അമ്മാവും കൂടി ആ ചേട്ടന്മാരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയായിരുന്നു, അശ്വതി പറഞ്ഞു നിർത്തി. ഈ സമയം അത് കേട്ടുകൊണ്ട് കിടന്ന ദേവൂട്ടി വീണ്ടും അനുജത്തിമാരോട് അവരെപ്പറ്റി നമ്മുടെ അപ്പാവും അമ്മാവും എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അത് കേട്ട അശ്വതിയും അപർണയും വീണ്ടും തുടർന്നു. അതെ, ആ 3 ചേട്ടന്മാരും നമ്മുടെ ഹരിയേട്ടനെ പോലെ നല്ല സ്വഭാവമുള്ളവരാണത്രേ. കൂടാതെ അവർ 3 പേരും നല്ല സാമ്പത്തികമുള്ള വീട്ടിലേതും
കുട്ടികളുമാണെന്ന്. അതിൽ ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ചേട്ടനില്ലേ, ആ ചേട്ടനാണത്രേ വലിയ പണക്കാരൻ. ആ ചേട്ടൻ്റെ അച്ഛൻ ഒരു വലിയ വക്കീലാണെന്നാണ്. പിന്നെ ചേട്ടനാകട്ടെ കോളേജ് അധ്യാപകനുമാണെന്നാണ് ഹരിയേട്ടൻ പറഞ്ഞത്. എന്നാൽ പക്ഷേ ആ ചേട്ടനെ കണ്ടാൽ അതിൻ്റെ ഒരു ജാടയോ പത്രാസോ ഒന്നും തന്നെ ഇല്ല അല്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും. അതുമാത്രമല്ല, ആ കൂട്ടത്തിൽ എല്ലാവരെയും കാണാൻ ഭംഗിയാണെങ്കിലും കാണാൻ കൂടുതൽ ഭംഗി ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ചേട്ടനെയാണ് എന്നൊരഭിപ്രായവുമുണ്ട് ഞങ്ങൾക്ക്, അപർണ പറഞ്ഞു നിർത്തി. തുടർന്ന് അവർ ഇതേക്കുറിച്ചുള്ള ദേവൂട്ടിയുടെ അഭിപ്രായം അതെന്താണെന്ന് ചോദിക്കുന്നു. എന്നാൽ ദേവൂട്ടി പക്ഷേ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം കട്ടിലിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ അപർണയും അശ്വതിയും കൂടി ജയകൃഷ്ണനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തീർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും പറഞ്ഞു, ജയകൃഷ്ണനെ കാണാൻ സിനിമാ നടന്മാരെക്കാൾ സുന്ദരനാണ്. അതിലുപരി ഏതൊരു പെണ്ണിൻ്റെയും സങ്കല്പത്തിൽ എല്ലാം തികഞ്ഞൊരു പുരുഷനാണ് ജയകൃഷ്ണനെന്ന്. കാരണം അത്ര കണ്ട ഒരു ആകർഷണ ശക്തി അവനിൽ ഉണ്ടായിരുന്നുവെന്ന്. അവരുടെ ആ കണ്ടെത്തലുകൾ ശരിക്കും സത്യം തന്നെയായിരുന്നു. അതായിരുന്നു ജയകൃഷ്ണൻ. ഈ സമയം വീണ്ടും അവർ തുടർന്നു. ആ ചേട്ടനെ കെട്ടുന്ന പെൺകുട്ടി ശരിക്കും ഭാഗ്യം ചെയ്തവളാണ്. കാണാൻ സുന്ദരൻ, ആവശ്യത്തിലധികം പണം, സമൂഹത്തിലെ മാന്യമായൊരു ജോലി. ഹോ, അതേ ഓർക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിയോട് എനിക്ക് അസൂയ തോന്നിപ്പോകുന്നു, അശ്വതി പറഞ്ഞു നിർത്തി. എന്നാൽ തൻ്റെ അനുജത്തിമാർ പറയുന്ന ആ കാര്യങ്ങളെല്ലാം കേട്ട് ദേവൂട്ടി അങ്ങനെ കിടന്നു. അങ്ങനെ കിടക്കുന്ന അവളുടെ മനസ്സിൽ അന്ന് രാത്രിയിൽ അങ്ങനെയൊരു കാര്യം താൻ ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിൽ അതിനുള്ള ധൈര്യം തന്നത് ആരായിരിക്കും എന്ന് ചിന്തിച്ചു പോകുന്നു. അതല്ല മറിച്ച് എല്ലാം കണ്ട് താൻ നിശബ്ദയായി നിന്നു പോയിരുന്നുവെങ്കിലോ? ഭഗവാനെ, അവൾ അറിയാതെ പെട്ടെന്ന് വിളിച്ചു പോകുന്നു. ഒപ്പം തൻ്റെ അനുജത്തിമാർ പറഞ്ഞ ജയകൃഷ്ണൻ്റെ ആ സുന്ദരമായ മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ജനാലയ്ക്ക് അരികിലെത്തി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഈ സമയം എന്തോ അറിയില്ല, അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അത് തൻ്റെ അനുജത്തിമാർ കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു.